നിങ്ങൾ ഈ ബീഫും കായം കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മളുടെ വീട്ടിലെ സ്ഥിരമായത്. നല്ല നെയ്യുള്ള ബീഫിലേക്ക് സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് കൂട്ടിത്തിരുമ്പി വേവിക്കാൻ വെക്കണം. പിന്നെ കുറച്ച് പച്ചക്കായ അരിഞ്ഞ് ബീഫ് ഒരു 3/4 വെവ് ആകുമ്പോൾ ഇത് കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം. കായ വെന്ത് വരുമ്പോൾ കറിക്ക് എത്ര ചാറ് വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വറ്റിച്ചെടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്തെടുത്താൽ നമ്മുടെ ബീഫും കായും റെഡിയായി. നല്ല നെയ്യുള്ള ബീഫാട്ടോ ഇതിന് ബെസ്റ്റ്. അതിലെ കായ മാത്രം മതി, ഒരു പറ ചോറുണ്ണും. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും.